പ്രിയസഖി ഭാഗം 15. ആദി, നീ വണ്ടി കൊണ്ടുപോയിക്കോ. ഞാൻ ഇനി കോളേജിലേക്ക് വരുന്നില്ല. ചേട്ടായിയുടെ കൂടെ പോവാ. മനസ്സില്ലാ മനസ്സോടെ ആതിര വണ്ടിയും എടുത്തു പോയി. കിച്ചു ഫോൺ എടുത്ത് ആർക്കോ മെസ്സേജ് അയച്ചു. പിന്നെ ദച്ചുവിനെ വീട്ടിലാക്കി തിരിച്ചുപോയി. വിന്നിയും വലിയ വീട്ടിലാക്കി തിരിച്ചുപോയി. HMT മലയുടെ ഒരു ഭാഗം. കൊരക്കമ്പള്ളി അമ്പലത്തിന്റെ വശമാണത്. വിന്നിയുടെയും കിച്ചുവിന്റെയും ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം. അമ്പലത്തിന് ചുറ്റും ആൽമരങ്ങളാണ്, വള്ളിപ്പടർപ്പുകളും. പണ്ട് HMT കാടായിരുന്നു ഭൂരിഭാഗം പ്രദേശവും. ഇപ്പോഴാണ് മരങ്ങൾ വെട്ടി മലകൾ മാത്രമായതും കിൻഫ്ര, നെസ്റ്റ്, കളമശ്ശേരി ആശുപത്രി അങ്ങനെ എല്ലാം അവിടെ കെട്ടിപ്പൊക്കിയത്. അമ്പലത്തിന്റെ പരിസരം മാത്രം കാട് പോലെ തന്നെ നിലനിർത്തി പോരുന്നു. ഉൾവനങ്ങളല്ല, ആലും മാവും പ്ലാവും അങ്ങനെ ആവശ്യം ചില മരങ്ങൾ. നല്ല തണലാണവിടം. ഒപ്പം ശാന്തമായ അന്തരീക്ഷവും. വിശേഷ ദിവസങ്ങളിൽ മാത്രമേ അമ്പലത്തിൽ പൂജയുള്ളൂ. അതുകൊണ്ട് ആളുകളുടെ ശല്യവുമില്ല. നാട്ടിലായിരുന്ന സമയത്ത് അവരുടെ മാത്രം സ്ഥലമായിരുന്നു അത്. എന്നാലിപ്പോൾ ലോ കോളേജ് കുട്ടികൾ ക്ലാസ് കട്ട് ചെയ്ത് വന്നിരിക്കാറുമുണ്ട്. വിന്നി വരുമ്പോൾ കിച്ചു അവനെ കാത്തെന്ന പോലെ നോക്കിയിരിക്കുകയായിരുന്നു. വിന്നി വന്ന വഴി കിച്ചുവിന്റെ ടീഷർട്ടിൽ കുത്തിപ്പിടിച്ചു. ഡാ പുല്ലേ, നീ എന്റെ പെങ്ങളെ നോവിക്കാൻ വേണ്ടിയാണോടാ സ്നേഹിച്ചത്? ഇതോടെ നിർത്തിക്കോ നിന്റെ പ്രേമോ മണ്ണാങ്കട്ടെ. നിന്നെക്കാൾ നല്ലൊരു ചെക്കനെ അവൾക്ക് കിട്ടില്ല എന്ന് വിചാരിച്ചാ നിന്റെ കൂടെ എല്ലാ തോന്നിയാസത്തിനും നിന്നത്. നീ അവളെ കരയിക്കില്ല എന്ന് വിചാരിച്ചു. പക്ഷെ നീ... ഡാ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഓഹോ, വായിൽ നാക്കുണ്ടായിരുന്നു അല്ലേ? ഇന്നലെ നിന്റെ അമ്മായി അത്രയും വിളിച്ചു പറഞ്ഞപ്പോ നിന്റെ നാക്ക് കാശിക്ക് ടൂർ പോയോ? വിന്നി, നീ ഒന്ന് കേക്കടാ പ്ലീസ്. എനിക്കൊന്നും കേക്കണ്ട. നീ ഇന്നവളെ തള്ളി പറഞ്ഞില്ലേ? ഇനി വേണ്ട ഒന്നും, ഞാൻ പോവാ. അതും പറഞ്ഞ് വിന്നി തിരിഞ്ഞു നടന്നു. അപ്പോ നിനക്ക് എന്റെ പെങ്ങളെയും വേണ്ടേ? അവളെ ഇന്നലെ ദ്രോഹിച്ചവർ ആരാണെന്ന് അറിയണ്ടേ? വിന്നി നടത്തം നിർത്തി തിരിഞ്ഞു നോക്കി. അപ്പോ നീ വിനു വന്നു പെട്ടതാണെന്ന് കണ്ടാൽ അറിയില്ലേടാ. ഞാനെന്താ മണ്ടനാണോ? ആരാ അവളെ? ഡാ, ഇന്നലെ വിനുവിനെ തല്ലുമ്പോ ഞാൻ എല്ലാവരെയും നോക്കി. ആതിര, അവളുടെ മുഖത്ത് ഞാൻ കണ്ടത് ഒരു കൊല്ലുന്ന വിജയച്ചിരിയാണ്. അവളുടെ കയ്യിൽ ഫോണുണ്ടായിരുന്നു, അതിലൊരു കോളും. അത് അവളായിരുന്നടാ, സാനിയ. അവളും ആതിരയും തമ്മിൽ എന്താടാ? അറിയില്ല. ഇന്ന് ഞാൻ വന്നതും അവള് വിളിച്ചു പറഞ്ഞത് കൊണ്ടാണ്. മഹിയെയും അനുവിനെയും കൂട്ടി നമുക്ക് അന്വേഷിക്കാം. വേണ്ട, എനിക്ക് ചില സംശയങ്ങളുണ്ട്. ഇതില് നമ്മൾ മാത്രം മതി, മറ്റാരും ഇതറിയണ്ട. നമ്മുടെ വീട്ടുകാര് പോലും. ദച്ചുവിന്റെ കൈകൾ വല്ലിയെ ചേർത്ത് പിടിക്കാനായി വല്ലിയുടെ മേലേക്ക് നീണ്ടു. വല്ലിയെ കാണാഞ്ഞ് ദച്ചു പെട്ടെന്ന് കണ്ണു തുറന്നു. അവൾക്കിനിയും അവളുടെ കൊച്ചുവിനെ നഷ്ടപ്പെടാൻ വയ്യായിരുന്നു. നോക്കുമ്പോൾ കട്ടിലിന്റെ തുഞ്ചത്ത് എന്തോ ആലോചിച്ച് ചാരിയിരിക്കുകയായിരുന്നു വല്ലി. നീ ഉറങ്ങുന്നില്ലേ കൊച്ചു? സമയം എന്തായി? തല തിരികെ തലേണയിൽ ചേർത്ത് വെച്ച് ദച്ചു ചോദിച്ചു. കിടക്കുകയാണ്, ഓരോന്നോർത്തിരുന്നു പോയതാ. കഴിച്ചതിന്റെ കെട്ടൊക്കെയും വിട്ടു. ആലോചനകൾ അവസാനിപ്പിച്ച് വല്ലി ദച്ചുവിനോട് ചേർന്ന് കിടന്ന് കെട്ടിപ്പിടിച്ചു. ഉറക്കത്തിൽ വീഴുമ്പോൾ അവളുടെ മനസ്സിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. പിറ്റേന്ന് ഞായറാഴ്ച. വല്ലി രാവിലെ തന്നെ എഴുന്നേറ്റ് പള്ളിയിൽ പോകാൻ തീരുമാനിച്ചു. അവൾ ദച്ചുവിനെയും വിളിച്ചുണർത്തി. അമ്പലത്തിൽ പോകാൻ റെഡിയാകാനായി. കുളി കഴിഞ്ഞ് വല്ലി ഇറങ്ങുന്നത് വരെ ദച്ചു കാത്തിരുന്നു. നീ പോയില്ലേ? ഇല്ല, നിന്നെയും കൂട്ടി പോകാന്ന് കരുതി. ദച്ചു, നീ ഒന്നും പറയണ്ട, റെഡിയാക്. അനുസരിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ലായിരുന്നു. വീട്ടുകാരുടെ അടുത്ത് പോലും പോകാതെ തന്നെ കാണാൻ ഇങ്ങോട്ട് വന്നവളാണ്. വന്ന് 2 ദിവസം ഇവിടെ തന്നെയായിരുന്നു. തന്റെ അവസ്ഥ മനസ്സിലാക്കി ഇതുവരെ അങ്ങോട്ട് ക്ഷണിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോ ഇത്രയും കടുംപിടുത്തം. ഇപ്പോഴത്തെ അവളുടെ സ്വഭാവം വെച്ച് ഇനി ഒന്നും നടക്കില്ല. റെഡിയായി ഇറങ്ങുമ്പോൾ ഹൃദയം ക്രമാതീതമായി മിടിക്കാൻ തുടങ്ങി.
കിച്ചുവേട്ടൻ തന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ഇറക്കിവിട്ടതിൽ പിന്നെ ഈ പടി കയറിയിട്ടില്ല. എത്രയോ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങോട്ട്. വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. ഹാളിലേക്ക് കയറിയപ്പോൾ അങ്കിൾ പത്രവായനയിലാണ്. ആരിത്? ജാൻ, ഒന്നിങ്ങ് വന്നേ, ഒരത്ഭുതമുണ്ട്. അങ്കിൾ അകത്തേക്ക് വിളിച്ചു പറയുന്നത് കേട്ട് വല്ലി പുഞ്ചിരിച്ചു. ഒന്ന് പോ അങ്കിൾ. കൊച്ചു, എത്ര നാളായി നീ ഇങ്ങ് വന്നിട്ട്? ആന്റിക്ക് സന്തോഷായി. ജാനി വല്ലിയെ കെട്ടിപ്പിടിച്ചു. അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. തന്റെ മകൾക്ക് വേണ്ടി മാറി നിന്നവളാണ്. ജാനിയുടെ നിറഞ്ഞ കണ്ണുകൾ കാണുകെ വല്ലിയും കരഞ്ഞു. ഇതെന്താ, കണ്ണീർ സീരിയലോ? അയ്യേ അമ്മാ, ഞാൻ കുളിച്ചിട്ട് വരാം. അതുവരെ എന്റെ കൊച്ചിനെ നോക്കിക്കോണം. പോടി, ഇതെന്റെ കൊച്ചാ, നീ പോയേ. വല്ലിയെ കൂട്ടി ജാനി അടുക്കളയിലേക്ക് നടന്നു. ഇപ്പോ ഞാൻ പുറത്തായി. അതും പറഞ്ഞ് അവൾ മുകളിലേക്ക് കയറി. കിച്ചുവിന്റെ മുറിയുടെ മുന്നിലെത്തിയപ്പോൾ അവൾ ഡോറിൽ മുട്ടി. ലോക്ക് ചെയ്യാത്തത് കാരണം അത് തുറന്ന് ദച്ചു അകത്തേക്ക് കയറി. ദച്ചു റെഡിയായി താഴെ വരുമ്പോൾ വല്ലിയും ജാനിയും കഴിക്കാനുള്ള ഭക്ഷണവും ചായയും ഡൈനിങ് ടേബിളിൽ നിരത്തുകയായിരുന്നു. ദച്ചു ഓടി വന്ന് കസേര വലിച്ചിട്ടിരുന്നു. പോയിട്ട് വന്ന് കഴിച്ചാ പോരെ ദച്ചു? ഹേയ്, നമുക്കിന്ന് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. പള്ളിയിൽ നിന്ന് ഇറങ്ങി നേരെ അങ്ങോട്ടാണ് പോകുന്നത്. പിന്നെ ഒന്നും പറയാതെ വല്ലിയും ഇരുന്നു. ഇഡലിയും സാമ്പാറും തേങ്ങാ ചമ്മന്തിയും തക്കാളി ചമ്മന്തിയും ഉണ്ടായിരുന്നു. വല്ലിയുടെ ഇഷ്ടപ്രകാരമാണ് തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയത്. കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആതിര ഇറങ്ങി വന്നത്. വല്ലി അവിടെ കണ്ടതും അവളുടെ മുഖം ചുവന്നു. പണ്ട് കിട്ടിയതൊക്കെ മറന്നുപോയോ ആവോ? അവളുടെ ചോദ്യം കേട്ട് എല്ലാവർക്കും ദേഷ്യം വന്നുവെങ്കിലും വല്ലി പുഞ്ചിരിച്ച് കാണിച്ചതേയുള്ളൂ. അവൾ വന്ന് വല്ലിക്കെതിരെ ഇരുന്നു. കിച്ചുവും ഇറങ്ങി വന്നു. സ്കൈ ബ്ലൂ കളർ ഷർട്ടും ജീൻസിലും അവൻ വളരെ സുന്ദരനായിരിക്കുന്നുവെന്ന് വല്ലിക്ക് തോന്നി. വല്ലിയുടെ നോട്ടം എങ്ങോട്ടാണെന്ന് ചരിഞ്ഞു നോക്കിയ ആതിര കിച്ചുവിനെ കണ്ടു. അവനും വല്ലിയെ നോക്കി അങ്ങോട്ട് വരികയായിരുന്നു. കിച്ചു വരുന്നത് കണ്ട് പ്രസാദ് ജാനയെ പിടിച്ച് തൊട്ടടുത്ത കസേരയിൽ ഇരുത്തി. ഇനി ഒരു സീറ്റ് കൂടിയേ ബാക്കിയുള്ളൂ. അത് പ്രസാദിന്റെയും വല്ലിയുടെയും നടുക്കായിരുന്നു. മറ്റൊരു സീറ്റും ഇല്ലാത്തതിനാൽ അവൻ അവിടെ ഇരുന്നു. അപ്പോഴേക്കും വല്ലി എഴുന്നേറ്റു. മതിയാക്കിയോ മോളെ? ഒന്നോടെ കഴിക്ക്. മതിയെങ്കിൽ. അവൾക്ക് മതിയെങ്കിൽ പോട്ടെ, എനിക്കെടുത്തോ. പിന്നിൽ നിന്നും വന്ന വിന്നി അവൾ ഇരുന്ന കസേരയിൽ സ്ഥാനം പിടിച്ചു. ദച്ചു, നമുക്ക് പോവാം. കഴിച്ചെഴുന്നേറ്റ ദച്ചുവിനോട് വല്ലി ചോദിച്ചു. പിന്നെ അവളുടെ പേഴ്സും എടുത്ത് പുറത്തേക്കിറങ്ങി. ഡീ, ഞങ്ങളും ഉണ്ട്, നമുക്ക് ഒരുമിച്ച് പോവാം. അപ്പോഴേക്കും അവർ കഴിച്ചെഴുന്നേറ്റിരുന്നു. നിങ്ങൾ എങ്ങോട്ടാ? ഞാനും വരുന്നുണ്ട്. ആതിര വിടാൻ ഭാവമില്ലാതെ പുറകെ വന്നു. ഞങ്ങള് അമ്പലത്തിലേക്കാണ്, നീ കുളിച്ചോ? നിന്നെ കാത്തു നിൽക്കാൻ ഇനി സമയമില്ല. കിച്ചു അതും പറഞ്ഞ് പോയി ജീപ്പ് എടുത്തു. പോയിട്ട് വരാം, അവർ അമ്മയെയും അച്ഛനെയും നോക്കി പറഞ്ഞു. അവർ അമ്പലത്തിലും പള്ളിയിലും കയറി. കുർബാന കഴിഞ്ഞിറങ്ങുമ്പോൾ 10 മണി കഴിഞ്ഞു. ജീപ്പിനടുത്ത് ആതിര നിൽക്കുന്നുണ്ടായിരുന്നു. നിങ്ങള് ഷോപ്പിങ്ങിന് പോകുന്നുണ്ടെന്നറിഞ്ഞു, അതാ ഞാനും പോകുന്നത്. അതും പറഞ്ഞ് അവൾ ജീപ്പിന്റെ മുന്നിലേക്ക് കയറിയിരുന്നു. എല്ലാത്തിനും ആകെ ചൊറിഞ്ഞു വന്നു. കൊച്ചു ദച്ചുവിനെ നോക്കി സമാധാനപ്പെടാൻ കണ്ണുകൾ അടച്ചു കാണിച്ചു. ദച്ചു പിന്നിലെ സീറ്റിൽ കയറി. വല്ലിയും. കിച്ചു താക്കോൽ വിന്നിക്ക് കൈമാറി. ഡാ, എനിക്ക് ചെറുതായിട്ട് തലവേദനിക്കുന്നു, നീ ഓടിക്ക്. അതും പറഞ്ഞ് അവൻ പുറകിൽ കയറിയിരുന്നു. അത് പ്രതീക്ഷിക്കാത്ത വണ്ണം ആതിരയുടെ മുഖം കനത്തു. അയ്യോ, തലവേദനയോ? കൊച്ചു, നീ മുന്നിലേക്കിരിക്ക്, ഞാൻ കിച്ചോട്ടിന്റെ തല മസാജ് ചെയ്തു കൊടുക്കാം. ആതിര മുന്നിൽ നിന്നും ഇറങ്ങി പിന്നോട്ട് വന്നു. ഒന്നും വേണ്ട, നീ കയറ്, സമയം പോന്നു. അവൾ പിന്നെയും കാത്തു നിന്നു. നീ വരുന്നില്ലേ? എങ്കിൽ വീട്ടിൽ പോ. വിന്നി, നീ വണ്ടി എടുക്കാൻ നോക്ക്. വിന്നി വണ്ടി സ്റ്റാർട്ട് ചെയ്തതും ആതിര വണ്ടിയിൽ കയറി. കിച്ചു തല വല്ലിയുടെ തോളിലേക്ക് ചായച്ചു വെച്ചു. കണ്ണാടിയിൽ അത് കണ്ട വിന്നി ചിരിച്ചുവെങ്കിലും ആതിര അമർഷം പൂണ്ടു. തന്നോട് ചേർന്നിരിക്കുന്ന കിച്ചുവിനെ കണ്ടതും വല്ലിയുടെ ഹൃദയമിടിപ്പ് കൂടി. അവൾ ഏതോ ഓർമ്മയിൽ മയങ്ങി. ഫോൺ ബെല്ലടിച്ചപ്പോഴാണ് ഓർമ്മയിൽ നിന്നും അവൾ മുക്തയായത്. ഫോണിൽ വിനുവിന്റെ പേര് കണ്ടതും അവൾ ഒന്ന് പുഞ്ചിരിച്ചു. ഹലോ പെണ്ണേ, നീ എവിടാ?
ദച്ചുവിന്റെ കൂടെ ഷോപ്പിങ്ങിന് പോകുന്നടാ. എങ്ങോട്ടാ? ഞങ്ങളിതേ ലുലു മാളിലുണ്ട്. ഇങ്ങോട്ട് വാ, ഇന്നിവിടെ കൂടാം. ആ, അങ്ങോട്ട് തന്നെയാടാ, അവിടെ കാണാം. ഞങ്ങൾ ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് നോക്കടി, വലത്തോട്ട് വലത്തോട്ട്. വിനു എസ്കലേറ്ററിൽ വരുന്ന വല്യ കൈപൊക്കി കാണിച്ചു. വല്ലി തിരിച്ചു. ആഹാ, രണ്ടും കൂടെ കറക്കമാണോ പണി? അവരെ കണ്ടതും ദച്ചു ചോദിച്ചു. നാളെ ജോലിക്ക് കയറേണ്ടതല്ലേ, ഒന്ന് കറങ്ങി കുറച്ച് ഡ്രസ്സും വാങ്ങാന്ന് വിചാരിച്ചു. വാ, ഞങ്ങളൊന്നും വാങ്ങിയില്ല. അവരെല്ലാവരെയും നോക്കി ചിരിച്ചു. ആതിരയുടെ മുഖം കണ്ടതും അവൻ വല്ലിയെ നോക്കി. ഇവന്റെ കൂടെ ആണോ നമ്മൾ പോകുന്നത്? പണ്ടത്തെ കാര്യമൊന്നും ആരും മറന്നിട്ടില്ലല്ലോ അല്ലേ? അത് കേട്ടതും വിനുവിന്റെ മുഖം മങ്ങി. അതിന്റെ പേരില് അനുഭവിച്ച എനിക്കില്ലാത്ത വിഷമം നിനക്ക് വേണോ ആതിരേ? മര്യാദയ്ക്കാണെങ്കിൽ വന്നാ മതി, ഇല്ലയില് തിരിച്ചു പോവാൻ നോക്ക്. ദച്ചു രൂക്ഷമായി മറുപടി കൊടുത്തു. നിങ്ങൾ ചെല്ല്, ഞങ്ങൾ പുറത്തൂടെ കറങ്ങിയിട്ട് വരാം. കഴിയുമ്പോ വിളിച്ചാ മതി. വല്ലി സന്തുവിന്റെ കൈയും പിടിച്ച് അകത്തേക്ക് നടന്നു. വിനു, നീ ഇങ്ങ് പോരെ, അവര് ചെല്ലട്ടെ. വിനു വിന്നിയുടെ കൂടെ കൂടി. ദച്ചു ആതിരയെ നോക്കി വല്ലിയുടെ കൂടെ നടന്നു. ആതിര പിന്നാലെ ചെന്നു. ആവശ്യത്തിന് മാത്രം ഡ്രസ്സുകൾ 3 പേരും എടുത്തപ്പോൾ ഒരു കെട്ട് തുണികളാണ് ആതിര വാങ്ങിക്കൂട്ടിയത്. അവരെ വിളിക്ക് ദച്ചു, കഴിയുമ്പോൾ ഇങ്ങോട്ട് വരാന്നല്ലേ പറഞ്ഞത്? ബില്ലടയ്ക്കാൻ എത്തിയതും ആതിര ദച്ചുവിനോട് ചോദിച്ചു. അതിന് കഴിഞ്ഞില്ലല്ലോ, ബില്ലടച്ചിറങ്ങുമ്പോ വിളിക്കാം. കിച്ചൂട്ടൻ കാർഡ് തന്നിരുന്നോ? നമുക്ക് 2 പേർക്കും മാത്രമല്ലേ എടുക്കാൻ അനുവാദമുള്ളൂ. അവൾ പുച്ഛത്തോടെ വല്ലിയെ നോക്കി. അപ്പോഴേക്കും സന്തുവിൻ്റേത് ബില്ലടിച്ച് വാങ്ങിക്കഴിഞ്ഞിരുന്നു. വല്ലിയുടെയും കഴിഞ്ഞപ്പോൾ അവൾ സ്വന്തം കാർഡ് എടുത്തു കൊടുത്തു. ഡ്രസ്സ് വാങ്ങി അവർ നീങ്ങി നിന്നു. ദച്ചു അവളുടെ മാത്രം ബില്ലടിച്ചു വാങ്ങി. ദച്ചു, ഇതൂടെ നോക്കാതി, സ്വന്തം കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ വാങ്ങാവൂ. ഇത്രയും നാളും ജോലി ചെയ്തതൊക്കെ എവിടെ? ആതിരയ്ക്ക് മാത്രം കേൾക്കാൻ പാകത്തിൽ അവൾ ചോദിച്ചു. കിച്ചുവേട്ടന്റെ കാർഡല്ലേ, അപ്പൊ എനിക്കും അവകാശപ്പെട്ടതാണ്, നിനക്ക് മാത്രമല്ല, അവൾ വീറോടെ പറഞ്ഞു. മര്യാദയ്ക്ക് പൈസ കൊടുത്തിട്ട് വാടി. ഇതെന്റെ കാശിന് ഞാൻ വാങ്ങിയതാണ്, അല്ലാതെ ആരുടെയും ദാനത്തിനും ഔദാര്യത്തിനും അല്ല. സ്വന്തമായി 10 പൈസ മുടക്കാൻ വയ്യെങ്കിൽ പിന്നെ എന്തിനാ ഇത്രയും എടുത്തത്? അതും പറഞ്ഞ് അവളും പുറത്തേക്ക് നടന്നു. ആതിരയ്ക്ക് ദേഷ്യവും സങ്കടവും വന്നു. അവൾ കയ്യിലിരുന്ന കാർഡ് എടുത്തു കൊടുത്തു. എന്താ ദച്ചു അവിടെ വഴക്ക്? കിച്ചേട്ടന്റെ കാശല്ലേ, അവൾക്കും അവകാശപ്പെട്ടതാണെന്ന്. അതിലും അവകാശമുള്ളവര് ഇവിടെ സ്വന്തം കാശിനാ വാങ്ങുന്നത്, അപ്പോഴാണ് അവളുടെ ഒരു... അത് കേട്ട് വല്ലി ചിരിച്ചു. പോട്ടടി. ഇല്ല, ഇത്രയും നാളും വീട്ടിൽ നിന്ന് നന്നായി മുടിപ്പിച്ചു, ഇനിയും ഇതിങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. അതിന് നീ ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാ? ഇതൊക്കെ തന്നെ. ഇനി എന്റെ ഏട്ടന്റെ 10 പൈസ അവൾക്ക് വേണ്ടി ചെലവാക്കാൻ ഞാൻ സമ്മതിക്കില്ല. വരുന്നുണ്ട്, സന്തു പറഞ്ഞതും അവർ തിരിഞ്ഞു നോക്കി. ചമ്മിയ ചിരിയോടെ അവർക്കടുത്തേക്ക് നടന്നെടുക്കുകയാണ് ആതിര. സോറി ദച്ചു, ഞാൻ വിചാരിച്ച് ഏട്ടൻ കൊടുക്കൂന്ന്, അതാട്ടോ. വാ, നമുക്കിതൊക്കെ കൊണ്ടുവച്ചിട്ട് വരാം. ഞാൻ അവരെ വിളിക്കട്ടെ. നീയും ദച്ചുവും ഇതൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് മുകളിലേക്ക് വാ, ഭക്ഷണം കഴിക്കാം. അവർ മുകളിലേക്ക് നടന്നു. ലിഫ്റ്റിൽ കയറിയത് കൊണ്ട് ആതിര കിച്ചുവിന്റെ അടുത്തേക്ക് ചേർന്ന് നിന്നു. വല്യ അത് ശ്രദ്ധിക്കാതെ വിനുവിനോടും സന്തുവിനോടും സംസാരിച്ചു. ഫുഡ് കോർട്ടിലെത്തിയപ്പോൾ ആതിര കിച്ചുവിന്റെ അടുത്ത് തന്നെ ഇരിക്കാൻ ശ്രമിച്ചു. അത് സാധിച്ചതോടെ അവളുടെ വിജയിച്ചിരി വല്ലിക്ക് നേരെ എറിഞ്ഞു. എന്നാൽ വിന്നി ദൂരെ നിന്നും വന്നത് കണ്ടതോടെ കിച്ചു ഭക്ഷണം വാങ്ങാൻ എഴുന്നേറ്റു. തിരിച്ചു വന്നിരുന്നത് വിനുവിന്റെ അടുത്തും. അന്ന് മൊത്തം ആതിരയുടെ പ്ലാനുകൾ ഫ്ലോപ്പായിരുന്നു.